ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ, ഞാൻ ഓണം കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇതാ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, പൊന്നൂസും ചേച്ചിയും ടി വി കാണും കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ എന്താണ് കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സവാള ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ സവാള, പച്ചമുളക്, പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയായിരിക്കും ബീഫ് റോസ്റ്റ്. പക്ഷേ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതാട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ആണ് എടുത്താണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മീറ്റ് മസാലയും മുളക് പൊടിയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സവാള വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് പൊടികളൊക്കെ ഇട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇനി അത് മൂത്ത് വന്നതിന് ശേഷം അതാ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇതാ ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്ന് കഴിക്കണം. ഇപ്പോൾ സമയം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസ് ഭയങ്കര എഴുത്തൊക്കെയാണ്. പൊന്നൂസിന് അമ്മ ഒരു ബുക്കും പേനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിൽ നിന്ന് എന്തൊക്കെയോ ഇരുന്ന് വരെയാണ്. അപ്പോൾ അമ്മ അവൾക്ക് ഇഡ്ഡലി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പൊന്നൂസ് ഉറങ്ങാനൊക്കെയുള്ള സമയമായിട്ട് വരുന്നുണ്ട്. ചെറിയ വഴക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പൊന്നൂസ് ഇവിടെ നിന്ന് വരച്ച് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ബീഫ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ചേച്ചിയോട് ചോദിക്കാറുണ്ട്. അപ്പം ചേച്ചി എന്നിട്ടും പറഞ്ഞ അടിപൊളിയാണ്. ഞങ്ങളിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. വരുമ്പോഴൊക്കെ നേരത്തെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ദിവസം കൂടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്കും പൊന്നൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറച്ചായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊന്നൂസ് കിടന്നുറങ്ങി. പിന്നെ ഞങ്ങളും കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്